നമുക്ക് വളരെ അടുപ്പമുള്ളൊരു സ്വാമിജി ഉണ്ടായിരുന്നു. വളരെ അടുപ്പമായിരുന്നു. തമാശ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റ തമാശയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ വന്ന് വിളിക്കും, ചിതാഞ്ചി നമുക്കൊരു ചായ കുടിക്കാം. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ, പൈസ എൻ്റെ അടുത്തുണ്ട്. ചിതാഞ്ചി നമുക്കൊരു ചായ കുടിക്കാം, ഇന്ന് ചിതാഞ്ചിൻ്റെ വകയാണ്. അപ്പോൾ നോക്കുമ്പോൾ എൻ്റെ അടുത്ത് പൈസ ഉണ്ടാവും. അങ്ങനെയാണ്, അത്രയും ഞങ്ങൾ കമ്പനിയായിരുന്നു. അങ്ങനെ പോയി ചായ കുടിക്കും, അത്രയും കമ്പനിയാണ്. അപ്പം അദ്ദേഹം ഒരു ദിവസം തമാശ പറഞ്ഞു, ഈ നമുക്കൊന്നും വലിയ മഹിമ പ്രാപിക്കാൻ കഴിയില്ല എന്നാണ് തോന്നണത്. നമ്മളൊക്കെ സന്യസിച്ചു, രണ്ടാളും നമ്മളൊക്കെ സന്യാസിമാരാണ്. നമുക്കിപ്പോൾ ഒരു മഹിമ പ്രാപിക്കാൻ ഒരു വഴി ഞാൻ പറഞ്ഞുതരാം. ഞാൻ ചോദിച്ചു എന്താണ് അത്? പത്മാസനത്തിലിരിക്കണം, എങ്ങനെയെങ്കിലും ഒപ്പിച്ചിട്ട്, ഇല്ലെങ്കിൽ അർദ്ധപത്മാസനായാലും മതി. ഇരുന്നിട്ട് ഒരു കൈ ജ്ഞാനമുദ്രയിൽ വെക്കണം, മറ്റേ കയ്യിൽ സയനൈഡ് ആയിരിക്കണം. എന്നിട്ട് ആ സയനൈഡ് കഴിക്കലും ജ്ഞാനമുദ്രയിൽ ഇരിക്കലും ഒന്നിച്ചായിരിക്കണം. എന്നാൽ നമുക്ക് മഹാത്മ്യം ഉണ്ടാവും. അല്ലാതെ നമുക്ക് മഹാത്മ്യം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല ചിതാഞ്ചി. ചിരിച്ചിട്ട് ഭജനാനന്ദ സ്വാമികൾ നല്ല രസികനായിരുന്നു. രസികൻ എന്ന് പറഞ്ഞാൽ എന്ത് രസികനായിരുന്നറിയാം. ഇതല്ലാതെ നമുക്കൊന്നും വലിയ മഹിമ ഉണ്ടാവാൻ പോകും. നമ്മളാരും മണ്ഡലേശ്വരന്മാരാവാനോ അല്ലെങ്കിൽ നമ്മളാരും വലിയ പ്രസിദ്ധന്മാരാകാനൊന്നും പോകുന്നില്ല. ഈ പോക്ക് കണ്ടാൽ നമ്മൾ രണ്ടാളെയും ജീവിതത്തിൻ്റെ ഒരു ഗതി കണ്ടാൽ അങ്ങനെയാണ് തോന്നുന്നത്. നമുക്കൊന്നും പേരും പ്രശസ്തി ഉണ്ടാവാൻ വേറെ വഴിയില്ല, ഇതേ വഴിയുള്ളൂ എന്ന് പറയും. ഇപ്പം ഇല്ല. പിന്നെ അന്വേഷിച്ചു, പ്രായമുണ്ടായിരുന്നു, നല്ല പ്രായമുണ്ടായിരുന്നു, 10-90 വയസ്സൊക്കെ ഉണ്ടാവും. പക്ഷെ കുട്ടികളെ പോലെയാണ്, എപ്പോഴും ചിരിച്ചിട്ട്, എപ്പോഴും തമാശ പറഞ്ഞിട്ട്. എന്തൊക്കെയാ തമാശ പറയാന്നറിയാം. അത് എത്ര ചായ വാങ്ങി തന്നിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. കുറേ ചായ വാങ്ങി തന്ന. ആ ചായക്കടയിൽ പോയാൽ ഇരുന്ന് കുടിക്കൊന്നുമില്ല, ഒക്കെ നിന്ന് കുടിക്കണം. അങ്ങനെയാണ്, പ്രത്യേക രീതിയില്ല. മലയാളിയായിരുന്നു.